നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. ഇന്ന് ഓഗസ്റ്റ് 13, ലോക അവയവദാന ദിനം. ഇന്നാണല്ലേ അവയവദാന ദിനം? ശരിക്കും നമുക്ക് എന്തൊക്കെ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ദാനം ചെയ്യാൻ സാധിക്കും? മരിച്ചതിന് ശേഷം മാത്രമല്ല അമൃതയെ നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി പറ്റുക, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദാനം ചെയ്യാം. കരളിന്റെ ഒരു ഭാഗം, ശ്വാസകോശത്തിന്റെ ഭാഗം, അതുപോലെ പാൻക്രിയാസ്, ചെറുകുടൽ എന്നിവയുടെ ഒക്കെ ഭാഗം, അതുപോലെ ഒരു കിഡ്നി, ഇവയൊക്കെ നമുക്ക് ദാനം ചെയ്യാൻ വേണ്ടി കഴിയും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും അവയവം ദാനം ചെയ്യാമെങ്കിൽ മരണശേഷം ഏതൊക്കെ അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റും? മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ബന്ധുക്കളുടെ പരിപൂർണ സമ്മതത്തോടെ നമുക്ക് അവരുടെ കരൾ ദാനം ചെയ്യാം, ഹൃദയം ദാനം ചെയ്യാം, 2 വൃക്കകൾ ദാനം ചെയ്യാം, അതുപോലെ കണ്ണിന്റെ കോർണിയ ദാനം ചെയ്യാം, കൈകൾ ദാനം ചെയ്യാം. ശരിക്കും നമ്മൾ അവയവദാനം ചെയ്യുന്നതിലൂടെ മറ്റു പല ആൾക്കാരിലൂടെ നമ്മൾ ജീവിക്കുകയാണല്ലേ. അപ്പൊ ശരിക്കും എനിക്ക് അവയവദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളായിരിക്കും സ്വീകരിക്കേണ്ടത്? അതിപ്പോൾ അമൃത, നമുക്ക് അവയവം ദാനം ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരതീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. നോട്ടോ എന്നാണ് നമ്മൾ പറയുക, നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അവയവദാനത്തിലൂടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കും. അവയവദാനത്തിലൂടെ നമ്മുടെ മരണശേഷം മറ്റു പലരിലൂടെയും നമുക്ക് ജീവിക്കാം. അവയവദാന യജ്ഞത്തിൽ നമുക്കും പങ്കാളികളാകാം.